ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു 5 കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. നമ്മൾ പലരും നമ്മൾ അറിയാതെ തന്നെ ചെയ്യുന്ന ചില തെറ്റുകളുണ്ട്. അതായത് നമുക്ക് അർഹതപ്പെട്ട ചില കാര്യങ്ങൾക്ക് പോലും നമ്മൾ മറ്റുള്ളവരോട് യാചിക്കും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ യാചിച്ച് കിട്ടുന്ന ഒന്നും നമുക്ക് യഥാർത്ഥത്തിൽ അതിന് വിലയുണ്ടാവില്ല, അത് നിലനിൽക്കത്തുമില്ല. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ആരോടും യാചിക്കാൻ പാടില്ലാത്ത 5 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. ഫസ്റ്റ് വൺ, ബഹുമാനം, അതായത് റെസ്പെക്ട്. ജീവിതത്തിൽ ആദ്യം ഒരിക്കലും ആരോടും യാചിക്കാൻ പാടില്ലാത്ത ഏറ്റവും വലിയൊരു കാര്യമാണ് ബഹുമാനം എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര നല്ലവരാണെങ്കിലും, എത്ര സഹായം ചെയ്തവരാണെങ്കിലും, എത്ര ത്യാഗം ചെയ്തവരാണെങ്കിലും, ഒരു വ്യക്തിക്ക് നിങ്ങളെ ബഹുമാനിക്കാനുള്ള മനസ്സില്ല എങ്കിൽ നിങ്ങൾ എത്ര അപേക്ഷിച്ചാലും അതിനൊരു മാറ്റം ഉണ്ടാവില്ല. ബഹുമാനം എന്ന് പറയുന്നത് ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല, അത് നിങ്ങളുടെ സ്വഭാവവും പെരുമാറ്റവും കണ്ട് മറ്റുള്ളവർ നിങ്ങൾക്ക് നൽകേണ്ട ഒന്നാണ്. നിങ്ങളുടെ വില മനസ്സിലാക്കാത്തവരുടെ മുമ്പിൽ വീണ്ടും വീണ്ടും അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് പരിശ്രമങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക. സെക്കൻഡ് വൺ, സ്നേഹം, ലവ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വികാരമാണ് ലവ് അഥവാ സ്നേഹം. പക്ഷേ അത് നിർബന്ധിച്ച് നമ്മൾ ഒരാളിൽ നിന്ന് നേടാൻ ശ്രമിക്കുന്ന നിമിഷം അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെടും. ദയവായി എന്നെ ഒന്ന് സ്നേഹിക്കൂ, എന്നെ വിട്ടു പോകരുതേ, ദയവായി എന്നെ ശ്രദ്ധിക്കൂ, ഇങ്ങനെയൊക്കെ യാചിക്കേണ്ടി വരുന്ന ബന്ധം നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷം നൽകില്ല. യഥാർത്ഥത്തിലുള്ള സ്നേഹമൊക്കെ ആണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും വരും. നമ്മൾ പുറകെ നടന്ന് എന്നൊന്ന് സ്നേഹിക്കൂ എന്നൊന്നും പറഞ്ഞുകൊണ്ടെടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സ്നേഹിക്കാൻ അവർക്ക് താല്പര്യമുണ്ട്, നമ്മളോട് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ നമ്മളെ സ്നേഹിക്കും. അതിലൊരു നിർബന്ധമോ ഭയോ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. തേർഡ് വൺ, സമയം, ടൈം. ഇന്ന് എല്ലാവരും തിരക്കിലാണ്, പക്ഷെ നിങ്ങൾക്ക് പ്രാധാന്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കായിട്ട് സമയം കണ്ടെത്തും. എപ്പോഴും നിങ്ങളാണ് വിളിക്കുന്നത്, നിങ്ങളാണ് അന്വേഷിക്കുന്നത്, ആ ഒരു ബന്ധം പുതുക്കാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങളാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഒരു നിമിഷം ഒന്ന് നിർത്തി ചിന്തിക്കുക, ഒരു ബന്ധവും ഒരാളുടെ മാത്രം പരിശ്രമത്തിൽ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് കണ്ടും വേണ്ടി ആ ഒരു രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോ ഒരാളുടെ സമയം ചോദിച്ചു വാങ്ങി എന്നോടൊന്ന് സംസാരിക്കൂ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്ന ബന്ധമൊന്നും നിലനിൽക്കാൻ പോകുന്നതല്ല. ജസ്റ്റ് ആ ഒരു ടൈമിലേക്ക് മാത്രമുള്ളതേ ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ യാചിക്കാണ്ടിരിക്കുക. അടുത്തത് അംഗീകാരം, അപ്രൂവൽ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ആളുകൾ എന്ത് പറയും അല്ലെങ്കിൽ ആളുകൾ എന്ത് ചിന്തിക്കും, ഈ ഒരു ചിന്തയോടെ ആയിരിക്കും നമ്മൾ ഓരോരുത്തരും തന്നെ ജീവിക്കുന്നുണ്ടാവുക. അവര് പ്രശംസിച്ചാൽ സന്തോഷം, അവര് വിമർശിച്ചാൽ വിഷമം. പക്ഷെ ഒരു സത്യം പറയാം, ലോകത്തിലെ എല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ട് ആർക്കും കഴിയില്ല. അതുകൊണ്ട് നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ കൈയടിക്ക് വേണ്ടി മാത്രം ആവരുത്. നിങ്ങളുടെ മനസാക്ഷിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. നെക്സ്റ്റ് വൺ, സ്വന്തം വില, അതായത് സെൽഫ് വർത്ത്. നിങ്ങളുടെ സ്വന്തം വില അല്ലെങ്കിൽ നിങ്ങൾ ആരാണ്, നിങ്ങളുടെ കഴിവ് എന്താണ്, ഇതൊക്കെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ അങ്ങനെ മാറ്റി വെക്കരുത്. കാരണം നിങ്ങളുടെ വില അറിയുന്ന ആളുകൾ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മളുടെ വില അറിയാത്തവർക്കും അറിയാൻ താല്പര്യമില്ലാത്തവർക്കും നമ്മളിങ്ങനെ വെറുതെ നമ്മുടെ വില മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല, അത് കഴിയത്തുമില്ല. നിങ്ങളുടെ സ്വന്തം വില ഫസ്റ്റ് നിങ്ങൾ തിരിച്ചറിയാ, പിന്നെ പതിയെ ലോകത്ത് അറിഞ്ഞോളൂ. ഞാൻ ഇതിനെ റിലേറ്റ് ചെയ്ത് ചെറിയൊരു സ്റ്റോറിയും കൂടി പറയാം. അതായത് ഒരു വജ്രം ഒരാൾ ഒരു ദിവസം കൊണ്ട് ഒരു പച്ചക്കറിക്കടക്കാരന്റെ കയ്യിൽ കൊടുത്തു. അയാൾ അതിന് 100 രൂപ വില പറഞ്ഞു. ഇതേ വജ്രം അയാൾ ഒരു സ്വർണ്ണക്കടയിൽ കൊണ്ട് കൊടുക്കുകയാണ്. അവിടെ അതിന് ലക്ഷങ്ങൾ വില പറഞ്ഞു. വജ്രത്തിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല, അതിന് വില കണക്കാക്കിയ ആൾക്കാണ് മാറ്റം. അതായത് എന്ത് വസ്തുവിനായിക്കോട്ടെ, ഈവൻ നമ്മൾക്കായിക്കോട്ടെ, അത് വില ഏറ്റെടുക്കുന്ന ആളുകൾ തീരുമാനിക്കും അതിനെന്ത് വിലയുണ്ടത്. നമ്മുടെ വില നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ ആ വജ്രം വിലയിരുത്തിയ ആൾക്കാണ് മാറ്റം ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതവും. തെറ്റായ സ്ഥലത്ത് നിന്നിട്ട് നിങ്ങളുടെ വില അന്വേഷിക്കരുത്. അവർക്ക് നമുക്ക് വിലയില്ലെങ്കിൽ വേണ്ട. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ യാചിച്ച് നേടിക്കഴിഞ്ഞാൽ അതിന്റെ സന്തോഷം വളരെ കുറച്ച് നാളത്തേക്ക് മാത്രമായിട്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ അഭിമാനത്തോടു കൂടി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന്റെ സന്തോഷം നമുക്ക് ലൈഫ് ലോങ് കിട്ടുന്ന ഒന്നായിരിക്കും. അതുകൊണ്ട് ഇന്ന് മുതൽ നമുക്ക് തീരുമാനം എടുക്കാം, ബഹുമാനം, സ്നേഹം, സമയം, അംഗീകാരം, സ്വന്തം വില, ഇതൊന്നും നമ്മൾ യാചിക്കില്ല എന്ന്, മറ്റുള്ളവരെ കയ്യിൽ ഏൽപ്പിക്കില്ല എന്ന്. കാരണം നിങ്ങളുടെ വില തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, അതല്ലാതെ മറ്റുള്ളവരോ ലോകമോ അല്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.